തിയറം 1 ഓക്കെ ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഹോമോജനസ് ലീനിയർ ഓഡി. ഈ തിയറം വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഹോമോജനസ് ലീനിയർ ഓഡി, അല്ലെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ പഠിച്ചു നോക്കണം. ഓക്കെ, ഒന്നെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഹോമോജനസ് ലീനിയർ ഓഡിയും തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, എന്തായാലും ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടെ പഠിച്ചു നോക്കണം, കാരണം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ തിയറം പറയുന്ന ഇതാണ്: ഫോർ എ ഹോമോജനസ് ലീനിയർ ഓഡി വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0, any linear combination of two solutions on an open interval I is again a solution of 1 on I. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തതേ ഉള്ളൂ ഇക്വേഷന്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്? എനി ലീനിയർ, ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഓഡിയുടെ any linear combination of two solutions on an open interval I is again a solution of that equation. അതായത് ഏത് രണ്ട് സൊല്യൂഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താലും അത് വീണ്ടും ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഈ ഇക്വേഷൻ്റെ ഏത് രണ്ട് സൊല്യൂഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താലും അത് വീണ്ടും ഈ ഇക്വേഷൻ്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കും. ഇൻ പെർട്ടിക്കുലർ ഫോർ സച്ച് ആൻ ഇക്വേഷൻ സംസ് ആൻഡ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് സൊല്യൂഷൻസ് ആർ അഗെയിൻ സൊല്യൂഷൻ. അതായത് രണ്ട് സൊല്യൂഷൻ്റെ സമ്മും അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ y1 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ c1 സം കോൺസ്റ്റൻറ്റ് c1 ഇൻറ്റു y1 എടുത്താലും അത് സൊല്യൂഷൻ ആയിരിക്കും. ഇനിയിപ്പം y1 ഉം y2 സൊല്യൂഷൻ ആയി y1 പ്ലസ് y2 എടുത്താലും സൊല്യൂഷൻ ആയിരിക്കും. ഇതെല്ലാം അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ വന്നോളും. ഓക്കെ, സോ നമുക്ക് ഇത്രയും മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ്റെ ഏത് രണ്ട് സൊല്യൂഷൻസിൻ്റെയും ലീനിയർ കോമ്പിനേഷനും വീണ്ടും സൊല്യൂഷൻ ആകും എന്ന്. പ്രൂഫ്: ലെറ്റ് y1 ആൻഡ് y2 ബി സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ 1 ഓൺ I. രണ്ട് സൊല്യൂഷൻസ് ഞാൻ എടുത്തു, y1 ഉം y2. അത് ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. y1 ഉം y2 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് എന്ത് പറയാം? y1 ഡബിൾ ഡാഷ്, ഈ ഇക്വേഷനെ y1 ഇട്ട് കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യും, y2 ഇട്ട് കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യും. therefore y1 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു y1 ഡാഷ് പ്ലസ് q ഓഫ് എക്സ് ഇൻറ്റു y1 ഈസ് ഈക്വൽ ടു 0 എന്നെനിക്ക് പറയാം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി y2 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എന്താണ്? y2 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു y2 ഡാഷ് പ്ലസ് q ഓഫ് എക്സ് ഇൻറ്റു y2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് y1ൻ്റെയും y2ൻ്റെയും ലീനിയർ കോമ്പിനേഷനും ഈ ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷനാണ്. ടു പ്രൂവ് c1 y1 പ്ലസ് c2 y2, അതാണ് ലീനിയർ കോമ്പിനേഷൻ. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുന്നു, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളിൻ്റെ സം ആയിട്ട് എടുക്കുന്നു. c1 y1 പ്ലസ് c2 y2 ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നമ്പർ 1ൽ വൈയുടെ പ്ലേസിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്? പുട്ട് y ഈസ് ഈക്വൽ ടു c1 y1 പ്ലസ് y2 ഇൻ y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു y ഡാഷ് പ്ലസ് q ഓഫ് എക്സ് ഇൻറ്റു y. വൈയുടെ പ്ലേസിൽ ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടിയാൽ 0 കിട്ടുവാണെങ്കിൽ c1 y1 പ്ലസ് c2 y2 ഇക്വേഷൻ്റെ സൊല്യൂഷനാണെന്ന് പറയാം. ഓക്കെ, y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു y ഡാഷ് പ്ലസ് q ഓഫ് എക്സ് ഇൻറ്റു y, വൈയുടെ പ്ലേസിൽ c1 y1 പ്ലസ് c2 y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ c1 y1 പ്ലസ് c2 y2 ഡബിൾ ഡാഷ് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു c1 y1 പ്ലസ് c2 y2 അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്ലസ് q ഓഫ് എക്സ് ഇൻറ്റു c1 y1 പ്ലസ് c2 y2. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? c1 y1 ഡബിൾ ഡാഷ് പ്ലസ് c2 y2 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു c1 y1 ഡാഷ് പ്ലസ് c2 y2 ഡാഷ് പ്ലസ് q ഓഫ് എക്സ് ഇൻറ്റു c1 y1 പ്ലസ് c2 y2 എന്ന് കിട്ടും. ഇനി ഞാൻ c1 ഉള്ള ടേംസ് എല്ലാം കൂടെ കോമൺ ആയിട്ട് എടുക്കുക. സോ c1 ഔട്ട് സൈഡ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? y1 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു y1 ഡാഷ്, അതേ ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? c2 ഇൻറ്റു y2 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു y2 ഡാഷ് പ്ലസ് q ഓഫ് എക്സ് ഇൻറ്റു y2 എന്ന് കിട്ടും. ആൻഡ് ബൈ ഇക്വേഷൻ 2 ആൻഡ് 3, ഇക്വേഷൻ 2 ആൻഡ് 3 എന്താ പറയുന്നത്? 2 പറയുന്നത് ഈ c1ൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റ് 0 എന്നാണ് ഇക്വേഷൻ 2 പറയുന്നത്. ഇക്വേഷൻ 3 വെച്ചിട്ട് c2ൻ്റെ കൂടെ ബ്രാക്കറ്റിലുള്ള ടേം 0 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് c1 ഇൻറ്റു 0 പ്ലസ് c2 ഇൻറ്റു 0, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം? c1 y1 പ്ലസ് c2 y2 എന്ന് പറയുന്നത് വൈയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പോൾ അപ്പോൾ 0 തന്നെ കിട്ടി. സോ ഇക്വേഷൻ ഉണ്ട്. ഇത് c1 y1 പ്ലസ് c2 y2 ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, next theorem, existence and uniqueness of solution. Okay, existence and uniqueness theorem for initial value problem. ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം ആണ് നെക്സ്റ്റ് തിയറം. ഇഫ് p of x and q of x are continuous functions on some open interval I and x naught is in I, then the initial value problem y double dash plus p of x into y dash plus q of y of x naught is equal to k naught, y dash of x naught is equal to k1. നമ്മൾ ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ p ഓഫ് എക്സും q ഓഫ് എക്സും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. ആ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്.
അങ്ങനെ ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ K1 എനി കോൺസ്റ്റൻസ് ആകും, എനി റിയൽ നമ്പേഴ്സ് വരാം. ഇങ്ങനൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പോഴും എന്ത് കാണും? ഒരു യുണീക്ക് സൊല്യൂഷൻ കാണും. ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ വൈ ഓഫ് എക്സ് ഓൺ ദി ഓപ്പൺ ഇൻ്റർവൽ ഐ. യുണീക്ക് സൊല്യൂഷൻ മീൻസ് എന്താണ്? അതിന് ഒരേ ഒരു സൊല്യൂഷനെ കാണത്തുള്ളൂ, ഒന്നിലധികം സൊല്യൂഷൻസ് ഒരിക്കലും കാണില്ല. യുണീക്ക് സൊല്യൂഷൻ മീൻസ് വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ. ഈ ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിലെ കോഎഫിഷ്യൻസ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ കാണൂ. അതിൻ്റെ പ്രൂഫ് ഇല്ല, നമ്മുടെ സിലബസിലില്ല. നെക്സ്റ്റ് തിയറം 3, ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് സൊല്യൂഷൻസ്. ലീനിയർ ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസ് ഓഫ് സൊല്യൂഷൻസിൻ്റെ, അതായത് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ODEയുടെ സൊല്യൂഷൻ്റെ ലീനിയർ ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും ആയിട്ട് റിലേറ്റ് ചെയ്ത തിയറമാണ്. നെക്സ്റ്റ് തിയറം 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. Let the differential equation y double dash plus p of x into y dash plus q of x into y is equal to 0 have continuous coefficients. ഇവിടെയും coefficients continuous ആയിരിക്കണം. p of x and q of x on an open interval I. Then its two solutions y1 and y2 on I are linearly dependent on I if and only of y1 y2 is equal to y1 y2 dash minus y2 y1 dash is 0 at some x naught in I. ഓക്കെ, y1ഉം y2ഉം അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ODE വിത്ത് അതിൻ്റെ കോഎഫിഷ്യൻസ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും ആണെങ്കിൽ അതിൻ്റെ ഏത് രണ്ട് സൊല്യൂഷൻസ്, ദെൻ ടു സൊല്യൂഷൻസ് y1ഉം y2ഉം സൊല്യൂഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് റോൺസ്കിയൻ. സൊല്യൂഷൻസിൻ്റെ റോൺസ്കിയൻ ഓഫ് y1 y2 എപ്പോഴും 0 ആയിരിക്കും. അറ്റ് സം പോയിന്റ് തിരിച്ചും ഇത് ഇഫ് ആൻഡ് റിലീഫ് ആണ്. തിരിച്ച് നമുക്ക് എങ്ങനെ പറയാം? റോൺസ്കിയൻ ഓഫ് സൊല്യൂഷൻ 0 അറ്റ് സം പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസ് y1ഉം y2 എപ്പോഴും എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ സൊല്യൂഷൻസിൻ്റെ ലീനിയർ ഡിപ്പെൻഡൻസ് റോൺസ്കിയനുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഫർദർ മോർ, ഇഫ് റോൺസ് 0 at an x equal to x naught in I, then റോൺസ്കിയൻ ഇനി 0 പോയിന്റിൽ 0 ആകുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ റോൺസ്കിയൻ 0 ആയാൽ എല്ലാ പോയിന്റിലും ആ ഇൻ്റർവെല്ലിലെ എല്ലാ പോയിന്റിലും റോൺസ്കിയൻ 0 ആയിരിക്കും. ഓക്കെ, ഹെൻസ് ഇഫ് ദർ ഇസ് ആൻ x1 in I at which റോൺസ്കിയൻ ഈസ് നോട്ട് 0, അങ്ങനെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ റോൺസ്കിയൻ നോൺ 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കെൻ്റെ പ്രൂഫിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഇവിടെ ഇഫ് ആൻഡ് റിലീഫ് പാർട്ടാണ്. y1 ആൻഡ് y2 ആ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് എടുത്താൽ റോൺസ്കിയൻ 0 എന്ന് കിട്ടണം ആദ്യം. സോ അതിന് ആ പാർട്ടിനെ ഞാൻ എന്ന് വിളിക്കുകയാണ്. സപ്പോസ് ദാറ്റ് y1 ആൻഡ് y2 ആ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓൺ ആയി. ലീനിയർലി ഡിപ്പെൻഡൻറ്റ് മീൻസ് എന്താണ്? ഒന്നിനെ മറ്റതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ സാധിക്കും. സോ ദെൻ എയ്തർ y1 ഈസ് ഈക്വൽ ടു k y2 എന്ന് എക്സ്പ്രസ് ചെയ്യാം, ഓർ y2 ഈസ് ഈക്വൽ ടു l(y1) എന്ന് എക്സ്പ്രസ് ചെയ്യാം. ഞാൻ സപ്പോസ് y1 ഈസ് ഈക്വൽ ടു k(y2) എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുക. ദെൻ y1 ഡാഷിന് എനിക്ക് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് y1 ഡാഷ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു y2 ഡാഷ് എന്ന് എഴുതാം. ദെൻ റോൺസ്കിയൻ ഓഫ് y1 y2 എന്ന് പറയുന്നത് എന്താണ്? y1 y2 ഡാഷ് മൈനസ് y2 y1 ഡാഷ് എന്നാണ്. ഇവിടെ y1ന് പകരം k(y2)ഉം y1 ഡാഷിന് പകരം k(y2) ഡാഷും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ എനിക്ക് എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്ത് പോയി ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമുക്ക് അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ലീനിയർലി y1ഉം y2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് എടുത്താൽ റോൺസ്കിയൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 ആവുമെന്ന് കിട്ടി. എന്നാൽ റോൺസ്കിയനോട് എല്ലാ പോയിന്റിലും 0 ആണെന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റിലല്ല. ദസ് റോൺസ്കിയൻ ഈസ് ഈക്വൽ ടു 0 അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ I. ഇനി തിരിച്ച് ഞാൻ സപ്പോസ് ചെയ്യാണ്, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് റോൺസ്കിയൻ ഓഫ് y1 y2 ഈസ് ഈക്വൽ ടു 0 ഫോർ സം x ഈക്വൽ ടു x0. ഫോർ സം പോയിന്റ് x ഈക്വൽ ടു x0 റോൺസ്കിയൻ 0 ആണെന്നാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി നീഡ് ടു ഷോ ദാറ്റ് ദിസ് ഇംപ്ലൈസ് ലീനിയർ ഡിപ്പെൻഡൻസ് ഓഫ് y1 ആൻഡ് y2 ഓൺ I. അങ്ങനെ ആണെങ്കിൽ y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ ദ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇൻ ദ അൺനോൺസ് k1ഉം k2. ഇവിടുത്തെ അൺനോൺസ് k1ഉം k2 ആണ്. y1ഉം y2 നമുക്കറിയാം സൊല്യൂഷൻസ് ആണ്. സോ k1 y1 ഓഫ് x0 പ്ലസ് k2 ഇൻറ്റു y2 ഓഫ് x0 ഈസ് ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ k1 y1 ഡാഷ് ഓഫ് x0 പ്ലസ് k2 y2 ഡാഷ് ഓഫ് x0 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് k1ഉം k2ഉം കണ്ടുപിടിക്കാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് k2 എലിമിനേറ്റ് ചെയ്ത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്ന് k2 എലിമിനേറ്റ് ചെയ്താലേ k1 കിട്ടുള്ളൂ. k2 എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? k2വിൻ്റെ ടേംസ് എല്ലാം ഒരേപോലെ ആക്കണം.
ഒരു മൈനസിൻ്റെ ഡിഫറൻസും വരണം. അങ്ങനെ ആണെങ്കിൽ എന്നിട്ട് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിപ്പോൾ. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ടു എലിമിനേറ്റ് K2 മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഇക്വേഷൻ ബൈ y2 ഡാഷ്. ഫസ്റ്റ് ഇക്വേഷനെ y2 ഡാഷ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് ഇക്വേഷനെ -y2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ആഡിങ് ദ റിസൾട്ടിങ് ഇക്വേഷൻ. സോ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ y2 ഡാഷ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ഇക്വേഷനെ -y2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടു. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. സോ ഇവിടെ K2ൻ്റെ ടേം, K2 വരുന്ന ടേം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്യാൻസലായി പോകും. ബാക്കി ഇങ്ങനെ കിട്ടും. സോ അതിന് K1 ഞാൻ ഔട്ട്സൈഡ് എടുക്കുകയാണ്. K1 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? K1 ഇൻറ്റു y1 ഓഫ് x നോട്ട് y2 ഡാഷ് ഓഫ് x നോട്ട് മൈനസ് y1 ഡാഷ് ഓഫ് x നോട്ട് y2 ഓഫ് x നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആ ബ്രാക്കറ്റിൽ കിടക്കുന്നത് എന്താണ്? ആക്ച്വലി റോൺസ്കിയൻ ഓഫ് എന്താണ്? y1 ഓഫ് x നോട്ട് ഓക്കെ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പം ഞാൻ K2നെ എലിമിനേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് K1 കിട്ടിയത്. സിമിലർലി ടു എലിമിനേറ്റ് K1 ഫ്രം ദോസ് ടു ഇക്വേഷൻസ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഇക്വേഷൻ ബൈ -y1 ഡാഷ് ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ ബൈ y1 ചെയ്താൽ മതി. ആൻഡ് ആഡ് ദ റിസൾട്ടിങ് ഇക്വേഷൻസ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ തന്നെ K1 ഇൻറ്റു അല്ല K2 ഇൻറ്റു റോൺസ്കിയൻ ഓഫ് y1 ഓഫ് x നോട്ട് y2 ഓഫ് x നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മൾ K1ഉം K2യിലുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് കൺസിഡർ ചെയ്തത്. നമുക്ക് K1ഉം K2 ആണ് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇങ്ങനെ കിട്ടി. K1 ഇൻറ്റു റോൺസ്കിയൻ ഈസ് ഈക്വൽ ടു 0, K2 ഇൻറ്റു റോൺസ്കിയൻ ഓഫ് y1 y2 ഈസ് ഈക്വൽ ടു 0. If the Wronskian W were not 0 at x naught, we could divide by W and conclude that K1 equal to K2 equal to 0. Wronskian W എന്ന് പറയുന്നത് x naught എന്ന് പറയുന്ന പോയിന്റിൽ 0 അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും Wronskian W വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോകും. പിന്നെ K1 ഈക്വൽ ടു 0, K2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്നാൽ നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട് എന്താണ്? Wronskian ഈസ് ഈക്വൽ ടു 0. സോ അങ്ങനെ ആണെങ്കിൽ Wronskian x നോട്ടിൽ 0 ആണ്. Since W is equal to 0 at x equal to x naught by our assumption, division is not possible. Divide ചെയ്ത് കളയാൻ പറ്റില്ല. And the system has a solution for which K1 and K2 are not both 0. അതുകൊണ്ട് തന്നെ ഇവിടെ 0 ആണ്. സോ ഇവിടെ K1 ഇൻറ്റു ഈ വാല്യൂ 0 ആണ്. അതേപോലെ K2 ഇൻറ്റു ഇവിടുത്തെ റോൺസ്കിയൻ്റെ വാല്യൂം 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ K1ഉം K2ഉം എന്ത് വാല്യൂസ് എടുത്തു കഴിഞ്ഞാലും ഈ ഇക്വേഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് സം നോൺ സീറോ വാല്യൂസിനും K1ഉം K2ഉം രണ്ടും 0 അല്ലാത്ത ഏതെങ്കിലും വാല്യൂസിനും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. സോ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ഡിവിഷൻ ഈസ് നോട്ട് പോസിബിൾ ആൻഡ് ദ സിസ്റ്റം ഹാസ് എ സൊല്യൂഷൻ ഫോർ വിച്ച് K1 ആൻഡ് K2 ആർ നോട്ട് ബോത്ത് 0. ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. റോൺസ്കിയൻ 0 ആയതുകൊണ്ട് K1ഉം K2ഉം രണ്ടും ഒരുമിച്ച് 0 ആകാതെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ. സോ K1ഉം K2ഉം നോട്ട് ബോത്ത് 0 എന്ന് എനിക്ക് കിട്ടി. അങ്ങനെ ആണെങ്കിൽ യൂസിങ് ദീസ് നമ്പേഴ്സ് K1 ആൻഡ് K2 വി ഇൻട്രൊഡ്യൂസ് ദ ഫംഗ്ഷൻ. ഞാൻ ഒരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. K1ഉം K2ഉം രണ്ടും ഒരുമിച്ച് 0 ആവില്ല എന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് y1ഉം y2ഉം സൊല്യൂഷൻസ് ഓഫ് ദി ഹോമോജനസ് ലീനിയർ ODE ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. y ഓഫ് x ഈസ് ഈക്വൽ ടു K1 y1 ഓഫ് x പ്ലസ് K2 y2 ഓഫ് x എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. Then by superposition principle, y of x is equal to K1 y1 plus K2 y2 is a solution of the differential equation y double dash plus p of x into y dash plus q of x into y is equal to 0. y1ഉം y2ഉം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായി K1 y1 പ്ലസ് K2 y2ഉം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആകും ബൈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അതേപോലെ y ഓഫ് എക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി എക്സിൻ്റെ പ്ലേസിൽ എക്സ് നോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. y ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു K1 y1 ഓഫ് എക്സ് നോട്ട് പ്ലസ് K2 y2 ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അത് നമ്മുടെ ഇക്വേഷൻ 1ൽ നിന്നാണ് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുക. y ഡാഷ് ഓഫ് എക്സ് നോട്ട് കൊടുത്താൽ എന്ത് കിട്ടും? അത് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. K1 y1 ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് K2 y2 ഡാഷ് ഓഫ് എക്സ് നോട്ട്. അത് ഇക്വേഷൻ നമ്പർ 1ലെ സെക്കൻഡ് ഇക്വേഷനാണത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് പറയാം. ദസ് ദ സൊല്യൂഷൻ. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ എന്ത് നമുക്ക് കിട്ടി? y ഓഫ് എക്സ് എന്ന് പറയുന്നത് K1 y1 ഓഫ് എക്സ് പ്ലസ് K2 y2 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നും കിട്ടി. കൂടാതെ അത് ഈ രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് y ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 y ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനിഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നും കിട്ടി. സോ ഈ y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു K1 y1 ഓഫ് എക്സ് പ്ലസ് K2 y2 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്. ദസ് ദ സൊല്യൂഷൻ y ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് ദി ഇനിഷ്യൽ കണ്ടീഷൻസ് y ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് y ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. സോ y ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇനി വേറൊരു സൊല്യൂഷൻ, ഇതേ പ്രോബ്ലത്തിൻ്റെ മറ്റൊരു സൊല്യൂഷനെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. Now another solution of y double dash plus p of x into y dash plus q of x into y is equal to 0, satisfying the conditions y of x naught is equal to 0, y dash of x naught is equal to 0 is, അതിനെ ഞാൻ y star എന്ന് ഡിനോട്ട് ചെയ്യാണ്. y star is equal to 0. അതായത് വൈയുടെ പ്ലേസിൽ ഞാൻ y star സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് 0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും.
അത് തന്നെ വൈ സീറോ ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് വൈ ഓഫ് എക്സ് നോട്ടും വൈ ഡാഷ് ഓഫ് എക്സ് നോട്ടും ഒക്കെ സീറോ ആണ്. അതുകൊണ്ട് വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതും ഇതേ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്. എന്നാൽ നമ്മൾ പറഞ്ഞിരുന്നു പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെന്ന് ഇവിടെ തിയറത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം 1 പറഞ്ഞായിരുന്നു. ഇങ്ങനത്തെ ഏതൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എടുത്താലും അതിൻ്റെ സൊല്യൂഷൻസ് അതിന് 1 ആൻഡ് ഓൺലി 1 സൊല്യൂഷനെ കാണൂ. സോ ബൈ യുണീക്നെസ് ഓഫ് ദ സൊല്യൂഷൻ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഈ കിട്ടിയ വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു k1 y1 ഓഫ് എക്സ് പ്ലസ് k2 y2 ഓഫ് എക്സും ഈ സൊല്യൂഷൻ വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ സൊല്യൂഷനും രണ്ടും സെയിം ആയിരിക്കണം. ഓക്കെ, സോ വി മസ്റ്റ് ഹാവ് വൈ ഈക്വൽ ടു വൈ സ്റ്റാർ. സോ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, k1 y1 പ്ലസ് k2 y2 ആണ്. സോ k1 y1 ഓഫ് എക്സ് പ്ലസ് k2 y2 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഓൺ ആയി എന്ന് കിട്ടും. ദാറ്റ് ഈസ് k1 y1 പ്ലസ് k2 y2 ഈസ് ഈക്വൽ ടു 0 ഓൺ ആയി എന്ന് കിട്ടും. നൗ സിൻസ് k1 ആൻഡ് k2 ആർ നോട്ട് ബോത്ത് 0, നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് എടുത്തിട്ട് നമുക്ക് അവിടുന്ന് കിട്ടിയായിരുന്നു k1 ഉം k2 ഒരുമിച്ച് 0 ആവില്ല. ആൻഡ് നമുക്കിപ്പോൾ കിട്ടി k1 y1 പ്ലസ് k2 y2 ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാം, y1 ഉം y2 ഉം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് എങ്ങനെയായിരുന്നു പറയുന്നത്, ഒന്നെങ്കിൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈഡ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട. ലീനിയർ ഡിപ്പെൻഡൻറ്റ് മീൻസ് എന്താണ്, ഒന്നിനെ മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്ലൈഡ് എഴുതാൻ സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, k1 y1 പ്ലസ് k2 y2 ഈസ് ഈക്വൽ ടു 0. അതിൽ k1 ഉം k2 ഉം രണ്ടും ഒരുമിച്ച് 0 ആവില്ല. സോ അങ്ങനെ വന്നാലും നമുക്ക് എന്ത് പറയാം, y1 ഉം y2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. സോ നമുക്കിവിടെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് പാർട്ട് ഓഫ് ദ തിയറം പ്രൂവ് ചെയ്യാൻ പോവാണ്. അവിടെ എന്താ പറയുന്നത്, റോൺസ്കിയൻ ഫസ്റ്റ് പറയുന്നത് എന്താണ്, റോൺസ്കിയൻ ഒരു പോയിന്റിൽ വാനിഷ് ചെയ്താൽ എല്ലാ പോയിന്റിലും റോൺസ്കിയൻ വാനിഷ് ചെയ്യുമെന്ന്. ഓക്കെ, സപ്പോസ് ഞാനിപ്പം ഇഫ് റോൺസ്കിയൻ ഓഫ് w ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 അറ്റ് ആൻ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ റോൺസ്കിയൻ 0 എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. വി ഹാവ് y1 റോൺസ്കിയൻ 0 ആണെങ്കിൽ നമുക്ക് പാർട്ട് ബി വെച്ചിട്ട് എന്ത് കിട്ടും, ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത ബി പാർട്ട് റോൺസ്കിയൻ 0 ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് എന്ത് കിട്ടും, y1 ആൻഡ് y2 ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓൺ ആയി എന്ന് കിട്ടും ബൈ പാർട്ട് ബി. സിൻസ് y1 ആൻഡ് y2 ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓൺ ആയി, അങ്ങനെയാണെങ്കിൽ പാർട്ട് എയിൽ നമ്മൾ എന്തായിരുന്നു, y1 ഉം y2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ റോൺസ്കിയൻ ഈസ് ഈക്വൽ ടു 0 അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻ ഐ എന്നാണ് പാർട്ട് എ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തത്. സോ നമുക്ക് എന്ത് കിട്ടി, റോൺസ്കിയൻ ഈസ് ഈക്വൽ ടു 0 അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻ ഐ. അപ്പോൾ ഒരു പോയിന്റിൽ റോൺസ്കിയൻ 0 ആയാൽ ആ ഇൻ്റർവെല്ലിലെ എല്ലാ പോയിൻറ്റ്സിലും റോൺസ്കിയൻ 0 ആണെന്ന് കിട്ടും. ഇനി ലാസ്റ്റ് പാർട്ടിൽ എന്താ പറയുന്നത്, ഹെൻസ് ഇൻ ദ കേസ് ഓഫ് ലീനിയർ ഡിപ്പെൻഡൻസ് ഇറ്റ് കനോട്ട് ഹാപ്പൻ ദാറ്റ്. ഇപ്പോൾ ഇനി ലാസ്റ്റ് പാർട്ടിനകത്ത് ഈ തിയറത്തിൽ എന്താണ് പറയുന്നത് നോക്കുക, ഹെൻസ് ഇഫ് ദർ ഇസ് ആൻ x1 ഇൻ ഐ അറ്റ് വിച്ച് റോൺസ്കിയൻ, ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ റോൺസ്കിയൻ 0 അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സൊല്യൂഷൻ y1 ഉം y2 ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ എന്ത് പറയാം, ഹെൻസ് ഇൻ ദ കേസ് ഓഫ് ലീനിയർ ഡിപ്പെൻഡൻസ് ഇറ്റ് കനോട്ട് ഹാപ്പൻ റോൺസ്കിയൻ ഓഫ് x1 നോട്ട് ഈക്വൽ ടു 0 അറ്റ് ആൻ x1 ഐ. നമുക്കിപ്പോൾ കിട്ടി ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ റോൺസ്കിയൻ എല്ലാ പോയിൻറ്റ്സിലും 0 ആയിരിക്കണം. സോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ഹാപ്പൻ ദാറ്റ് ഒരു പോയിന്റിൽ 0, ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 ആകാൻ നോൺ 0 ആകാൻ പറ്റില്ല. സോ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് ദസ് ഇംപ്ലൈസ് ദാറ്റ് ലീനിയർ ഇൻഡിപെൻഡൻസ് ആസ് ക്ലെയിം. സോ ലീനിയർലി ആണെങ്കിൽ റോൺസ്കിയൻ നോൺ 0 ആകാൻ പറ്റില്ല. സോ റോൺസ്കിയൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ നോൺ 0 ആയാൽ എന്ത് പറയാം, ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്ന് കിട്ടും. സോ തിയറം പ്രൂവ്.